ഓഗസ്റ്റ് മാസം 6-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ സന്ദേശം കേൾക്കുന്ന വചന പഠനത്തിലേക്ക് താല്പര്യമുള്ള എല്ലാ കേൾവിക്കാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പസ്തോലപ്രവൃത്തികൾ അതിൻ്റെ 20-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പസ്തോലപ്രവൃത്തികൾ 17-ാം അധ്യായം 20-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു. സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെയിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ച് വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളെ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. നമുക്ക് ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മാനസാന്തരം എന്നുള്ളത്. അതിനെക്കുറിച്ച് അല്പമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് പരാമർശനം ചെയ്തു. ഇന്ന് അല്പം കൂടി അതിനെക്കുറിച്ച് പഠിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി കർത്താവിൽ ആശ്രയിച്ച് പിതാവിനോട് പ്രാർത്ഥിച്ച് പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും വീണ്ടെടുപ്പുകാരനും പുത്രനായി ഞങ്ങളെ സ്നേഹിച്ച ദൈവമായിരിക്കും നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവേ, അവിടുത്തെ വചനത്തിൽ നിന്ന് മനസാന്തരത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ആണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ കരുണയാണ് ഞങ്ങളെ മനസാന്തരത്തിലേക്ക് നടത്തുന്നതെന്നും ഞങ്ങൾ അറിയുന്നു. അതിനാൽ ഞങ്ങളുടെ ഇന്നത്തെ പഠനം അത് മനസാന്തരത്തിലേക്ക് നയിക്കുവാനും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടതായ മാനസാന്തരം ഉണ്ടാകുവാനും കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം പഠിച്ചു വരുന്നത് ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. നാം പലവട്ടം പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മീയ ജീവിതത്തിന് ഒരു ആരംഭമുണ്ട്. ആ ആരംഭം ദൈവമായിട്ടുള്ള നിരപ്പോടുകൂടി ആരംഭിക്കുന്നതാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അത് പാപപരിഹാരം നടത്തിയ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ആ നിമിഷം തുടങ്ങുന്ന ഒരു കാര്യമാണ്. അവിടെ പരിശുദ്ധനായ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം പുത്രനായ ദൈവമനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പിതാവായ ദൈവത്തിനും ദൈവത്തിൻ്റെ സത്തയിൽ അവൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണമുള്ള ഒരു ബലി അർപ്പിച്ച്, രക്തബലി അർപ്പിച്ച് ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ആ ബലി ദൈവം സ്വീകരിച്ചു എന്നുള്ളതിന് അടയാളമായിട്ട് മരിച്ചവരുടെ നിന്ന് കർത്താവേശ്വരം പുനരുദ്ധാനം ചെയ്തു. ഇതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം. അതോടുകൂടി ആ നിമിഷം മാത്രമേ ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഞങ്ങൾ പാപബോധം ഉണ്ടാക്കുന്നത്, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടുത്തി നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ആ നിമിഷമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. ഈ ആത്മീയ ജീവിതത്തിലെ 1-2 ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു വന്നത്. അതിൽ 2 പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. 2, നമ്മുടെ കടമകൾ. ചില കൽപ്പനകൾ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട്
ആ കൽപ്പന നമ്മൾ അനുസരിക്കാൻ തക്കവണ്ണം നമ്മുടെ സൃഷ്ടാവിനോട്, നമ്മുടെ സർവശക്തനായ ദൈവത്തോട് നമ്മൾ സ്നേഹിച്ച് നമ്മുടെ പുത്രനെ അയച്ച ദൈവത്തോട് നമുക്ക് കടപ്പാടുണ്ട്, കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് ഉള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഉത്തരവാദിത്വങ്ങൾക്കും കടമകളിലും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാനസാന്തരം എന്നുള്ള കടമ. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച അപ്പസ്തോല പ്രവൃത്തിയിൽ 17-ാം അധ്യായം 30-ാം വാക്യത്തിൽ നിന്നാണ്. ദൈവം നമ്മളോട് കൽപ്പിക്കുകയാണ് സകല മനുഷ്യരും മാനസാന്തരപ്പെടണം എന്നുള്ളത്. 17-ാം അധ്യായത്തിൽ നിന്ന് അതിന് 30-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം അലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൽപ്പന ഇത് എഴുതിയ ആ നാൾ മുതൽ, ഇത് എഴുതപ്പെട്ടത് ഏകദേശം AD ആദ്യ നൂറ്റാണ്ടിലാണ്. ഏകദേശം 60-62 നൂറ്റാണ്ട് വർഷങ്ങളിലാണ് ഇത് എഴുതപ്പെട്ടു എന്നെല്ലാം ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലം മുതൽ, ഇതെഴുതിയ ആ സമയം മുതൽ ഇതൊരു കൽപ്പനയാണ്. അത് എല്ലാവരോടും എല്ലായിടത്തും എല്ലാവരോടും മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. അത് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അതുകൊണ്ട് ഇതൊരു സാർവത്രികമായിട്ടുള്ള സകല മനുഷ്യരോടുമുള്ള ഒരു കൽപ്പനയായിട്ട് നാം മനസ്സിലാക്കണം. അത് നാം ദൈവത്തെങ്കിലേക്ക് മാനസാന്തരപ്പെടണം എന്ന് തന്നെയാണ്. ദൈവത്തിലേക്കുള്ള മാനസാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തോട് അടുക്കാനുള്ള ഏക വ്യക്തി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. അത് നമ്മൾ പലർക്കും അത് സ്വീകാര്യമല്ല. ഏക സത്യ ദൈവം അത് എബ്രാഹാം, ഇസഹാക്ക്, യാക്കോബിൻ്റെ ദൈവമാണ് എന്നുള്ള വാസ്തവം. ബൈബിളിലെ ദൈവമാണ് സാക്ഷാൽ ദൈവം, സൃഷ്ടാവ്. ഈ ദൈവത്തിങ്കിലേക്ക് നമുക്ക് പാപനിമിത്തം വന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തിയത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് എന്നുള്ളത് അത് പലർക്കും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ദൈവം പറയുകയാണ് ഈ സത്യത്തിലേക്ക് നാം മാനസാന്തരപ്പെടണം എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിനകത്ത് നമ്മൾ 17-ാം അധ്യായം വായിച്ചപ്പോൾ, അപ്പോസ്തലർ 17-ാം അധ്യായം വായിച്ചപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനിടയായത്. ഒന്ന്, അന്വേഷിക്കുക. കർത്താവ് തന്നെ നേരിട്ട് മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിപ്പിന് കണ്ടെത്തും. നിങ്ങൾ അന്വേഷിക്കണം എന്നുള്ളത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് നാം വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട ഒരു കഷ്ടത നമുക്ക് വരരുത്. കാരണം വായിക്കാനും മനസ്സിലാക്കാനും തക്കവണ്ണമുള്ള ദൈവകൃപ നമുക്ക് ലഭ്യമാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ മാതൃഭാഷയിൽ ഇത് വായിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം, അതുമാത്രമല്ല ആരും നമ്മൾ വഞ്ചിക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ ഈ കാര്യങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തം ഇത് ഏറ്റെടുക്കണം എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ആദ്യമായിട്ട് നമുക്ക് 3 ക്രിയകളാണ്. ക്രിയകൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട വിഷയമാണ്. അത് വെർബ്സാണത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അന്വേഷിക്കുക എന്നുള്ളത്. പിന്നെ തപ്പി നോക്കുന്ന കുരുടന്മാരാണ്. അതുമാത്രമല്ല, നമ്മൾ വായിച്ച വേദഭാഗത്തോടെ പറഞ്ഞ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. നമുക്ക് അറിവില്ലായ്മയുടെ ഒരു കാലമുണ്ട്. ആ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന നമ്മളുടെ കുടുംബത്തിലാകാം, നമ്മുടെ രാഷ്ട്രത്തിലാവാം, നമ്മുടെ സമൂഹത്തിലാകാം. അത് അറിയായ്മയുടെ കാലങ്ങളാണ്. എന്നാൽ പലരും രക്ഷിക്കപ്പെട്ട് ദൈവഭക്തന്മാരായിട്ടുള്ള, ദൈവമായിട്ട് കൂട്ടായ്മയുള്ള ഭവനത്തിൽ അവരുടെ മക്കളായിട്ട് ജനിക്കുന്നുണ്ട്. അവർക്കും ഈ മാനസാന്തരം ആവശ്യമാണ്. കാരണം അവർ ഉത്തരവാദികളായിത്തീരുമ്പോൾ ഈ ദൈവത്തെ അന്വേഷിച്ച് തപ്പി നോക്കി അവരുടെ അപ്പനും അമ്മയും അവരാകുന്ന സഭയും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് അപ്രകാരം തന്നെയോ എന്ന് അവർ പരിശോധിച്ച്, തിരുവചനത്തിൽ പരിശോധിച്ച് അത് വ്യക്തമായി മനസ്സിലാക്കി അത് വിശ്വസിക്കേണ്ടതും വ്യക്തിപരമായ ഉദ്ദേശമാണ്. അപ്പം പറഞ്ഞതുകൊണ്ടോ, അമ്മ പറഞ്ഞതുകൊണ്ടോ, കുടുംബത്തിൽ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ, സഭയിൽ പറഞ്ഞതുകൊണ്ടോ, സമൂഹത്തിൽ അത് ഉള്ള സത്യമാണ് എങ്കിൽ കൂടി അതിനപ്പുറമായിട്ട് അത് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ തപ്പി നോക്കുക എന്നുള്ളത് അത് നമുക്ക്
മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അത് കുരുടന് കാഴ്ച നൽകുക, തപ്പി നോക്കുന്നവർക്ക് വെളിച്ചം കാണിക്കുക, അന്ധകാരത്തിലുള്ളവർക്ക് വെളിച്ചം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമായിരുന്നു അവർ മുഖാന്തരം ദൈവം ആഗ്രഹിച്ചത്. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം അതാണ്. എന്നാൽ അവരും വിശ്വസിക്കാതെ പോയി, അവർ മറ്റുള്ളവർ പറയാതെ പോയി. അങ്ങനെ ഒരു അന്ധകാരം ഇന്നും പടർന്ന് വെളിച്ചം നൽകുവാൻ തക്കവണ്ണം ഇത് പ്രയാസമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെയാണ് പലരോടും ബൈബിൾ ചർച്ച് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഞങ്ങൾ കേൾക്കുന്നവർക്ക് വേണ്ടി ഈ വെളിച്ചത്തിൻ്റെ ദൂത്, ദൈവത്തിങ്കിലേക്കുള്ള ദൈവത്തിലേക്ക് നമ്മൾ തിരിയേണ്ടത് ഇതിൻ്റെ ആവശ്യകത നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ കണ്ടത് ഒന്ന് അന്വേഷിക്കുക, രണ്ട് തപ്പി നോക്കുക, മൂന്നാമതായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. യു ഫൈൻഡ് ഹിം, ഡിസ്കവർ. നമ്മൾ പുതിയതായിട്ട് ഒന്നും കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ അത് ഡിസ്കവർ ആൻഡ് ഇൻവെൻറ്റ് എന്നുള്ള രണ്ട് വാക്കുകളുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരു തരംതിരിവായിട്ട് നമുക്ക് എല്ലാം കണ്ടെത്തുക എന്നുള്ളൊരു ആശയമാണ്. എന്നാൽ ദൈവം തമ്പുരാൻ തൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന അവൻ ചെയ്ത കാര്യങ്ങൾ ഉള്ളതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് പുതിയതായിട്ടൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാവനയിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും വരുന്ന ആ ചിന്തകൾ അതെല്ലാം വാസ്തവത്തിൽ അത് തെറ്റ് തന്നെ ആയിരിക്കുകയുള്ളൂ. അതാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിഞ്ഞ്, സാക്ഷാൽ ദൈവത്തിലേക്ക് അറിഞ്ഞ് കണ്ടെത്തി തീർച്ചയായിട്ടും അവനെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് തപ്പി നോക്കി കണ്ടെത്തുന്ന എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് തന്നെയാണ്. അത് എങ്ങോട്ടേക്ക് മാനസാന്തരപ്പെടണം? നമ്മുടെ മാനസാന്തരത്തിൻ്റെ വിഷയം എന്താണ്? വ്യക്തി ആരാണ്? അപ്പോൾ ഓബ്ജക്റ്റും സബ്ജക്റ്റും ഉണ്ട്. ഒരു സബ്ജക്റ്റ് ആരാണ്? ഓബ്ജക്റ്റ് ആരാണ്? അത് തീർച്ചയായിട്ടും ദൈവം തന്നെയാണ്. സാക്ഷാൽ ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരവും യഹൂദനും അത് പറഞ്ഞിരിക്കുക. അതാണ് നമ്മൾ 20-ാം അധ്യായത്തിൽ വായിച്ച് 20-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച അതാണ്. പൗലോസ് അപ്പോസ്തലൻ ചെയ്ത മിഷനറി പ്രവർത്തനത്തിൻ്റെ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻ്റായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? ഒന്നും മറച്ചു വയ്ക്കാതെ എന്ത് ചെയ്തു? പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശം ചെയ്തു എന്നും. അതെന്താണ് ആ വിഷയം? ആ വിഷയമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം 2 വിഭാഗം ആൾക്കാരെ അദ്ദേഹം ശുശ്രൂഷിച്ചു. ഒന്ന് യഹൂദൻ. അദ്ദേഹം യഹൂദൻ തന്നെയായിരുന്നു, പരീശനായിരുന്നു, ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ചവനായിരുന്നു. അപ്പോൾ യഹൂദന്മാർക്കും യവനന്മാർക്കും എന്ന് പറഞ്ഞാൽ ജാതികൾക്കും യഹൂദനും ദൈവത്തിൻ്റെ തരംതിരിവ് രണ്ടായിട്ടാണ്. തീർച്ചയായിട്ടും മൂന്നാമതൊരു തരംതിരിവുണ്ട്. യഹൂദനിൽ നിന്നും ജാതിയിൽ നിന്നും ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന യേശു ക്രിസ്തുവിലായിരിക്കുന്ന ക്രിസ്തീയ സഭ. അതാണ് മൂന്നാമത്തെ ഗണം എന്ന് നമ്മൾ പലപ്പോഴും 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹം ചെയ്ത വലിയൊരു കാര്യമാണ് യഹൂദനും ജാതിക്കും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. യഹൂദനാണ് ദൈവം അബ്രാഹാമിന് വെളിപ്പെട്ടു, അവനോട് വാഗ്ദാനങ്ങൾ നൽകി, ഉടമ്പടി ചെയ്തു, ഇസ്ഹാക്ക് വഴി തൻ്റെ സന്താനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി ഉടമ്പടി ചെയ്തു. ഇവർ തന്നെ പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയിൽ പറയുകയാണ് അവർക്കും മാനസാന്തരം ആവശ്യമായി വന്നു എന്ന് പറഞ്ഞാൽ അവർ അന്യദൈവങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. വിഗ്രഹാരാധനയിലേക്കും അഭക്തിയിലേക്കും പോയി സാക്ഷാൽ അവരുടെ സൃഷ്ടാവായ വീണ്ടെടുപ്പുകാരനായ യഹോവയിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളത് നമുക്ക് ശോചനീയമായ ഒരു വാർത്തയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ യഹൂദനും ജാതികൾക്കും നമുക്കറിയാം ബാബേൽ തൊട്ട് വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഒരു ദൈവത്തോട് മറുതലിച്ചു. ദൈവം അവർക്ക് ഭാഷാപരമായും കുടുംബമായിട്ടും
ഒരു ദേശം അവർക്ക് കൊടുക്കാൻ അങ്ങനെ 70 ദേശമായിട്ട് അവരെ ഭാവിച്ചു. ഏകദേശം അതിന് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷം ദൈവം എബ്രഹാമിനെ വിളിച്ച് അവന് വാഗ്ദാനങ്ങൾ നൽകിയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും AD 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും ശുശ്രൂഷ, മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, അതിന് കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിൽ ഇരുന്നു, പരിശുദ്ധാത്മാ അയച്ചു. പെന്തക്കോസ്ത് നാൾ മുതൽ നമ്മുടെ അപ്പസ്തോലന്മാർ പ്രസംഗിച്ച ഒരു വിഷയമാണ് ദൈവത്തിങ്കലേക്ക് മാനസാന്തരം. അതാരാണ്? യഹൂദനും ജാതിക്കും രണ്ടുപേർക്കും അത് ആവശ്യമാണ്. ഇന്ന് ഈ ഒരു കാര്യം നമ്മൾ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ ദൈവം ആരാണ്? ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ദൈവത്തിൻ്റെ രക്ഷാകരണകരമായ പദ്ധതി എന്താണ്? ആരിലാണ് എന്നുള്ള കാര്യം അതിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ സമാധാനത്തിലേക്ക് വരും. എന്നാൽ മനുഷ്യർക്കത് ആ മാനസാന്തരത്തിലേക്ക് വരുവാൻ തക്കവണ്ണം അവരെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുകയാണ്, അവർ ഹൃദയങ്ങളെ കഠിനമാക്കിയിരിക്കുകയാണ്. അവർ സാത്താൻ്റെ വഞ്ചനയിൽപ്പെട്ട് അവർ ജയിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടൽ വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ഇറാനിലെ പോലെയുള്ള വളരെ മോശമായ ഒരു രാജ്യമാണ് അത്. അവിടെ സ്വാതന്ത്ര്യമില്ല, മതസ്വാതന്ത്ര്യമില്ല. അവിടെ ഇന്ന് ധാരാളം പേര് കർത്താവിലേക്ക് വരുന്നു. സാക്ഷാൽ മാനസാന്തരം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയോട് ചേരുന്നുണ്ട് എന്നുള്ളത് വളരെ ആകർഷകമായ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 2 വേർതിരിവുകൾ, ഒന്ന് യഹൂദൻ, ഒന്ന് ബാബേൽ. ബാബേൽ കൊട്ടാരം അവർ പണിയാൻ തുടങ്ങി നമുക്കറിയാം. അത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ദൈവം 2 വിഭാഗങ്ങളായിട്ട് ഈ ലോകത്തെ തിരികുകയാണ്. ഒന്ന് ബാബേലിലെ ദൈവം ഭാഷ ഉണ്ടാക്കി, ഓരോ ഭാഷ പറയുന്ന ആ കുടുംബങ്ങളെ അവൻ ഓരോ ദേശമായി മാറുകയാണ്. അതിൽ ഈജിപ്തിനെ കുറിച്ച് നമുക്കറിയാം. മിസ്രൈം എന്ന് പറഞ്ഞൊരു മകൻ, ഹാമിൻ്റെ മകൻ, അവൻ പോയി പാർത്ത് അവിടെ ഒരു വലിയ സാമ്രാജ്യം പണിതാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അവിടേക്കാണ് ദൈവം തൻ്റെ ജനത്തെ അയക്കുന്നത്. അവിടെയാണ് അവർ രാഷ്ട്രമായി തീരുന്നത്. അവിടെ നിന്നാണ് അവരുടെ അടിമത്തത്തിൽ നിന്നാണ് ദൈവം അവർ വീണ്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാബേലിനെ സംബന്ധിച്ച് നമുക്ക് ശക്തമായിട്ട് പഠിച്ചിട്ട് ദൈവത്തെ പഠിച്ച് നമുക്ക് അറിവുണ്ട് എങ്കിൽ ഇന്നത്തെ ജാതീയമായ ചിന്തകളും ആചാരങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. അതിനെ യഹൂദൻ്റെ കാലഘട്ടത്തിൽ അത് യഹൂദനെയാണ് ദൈവം ഉപയോഗിച്ചത്. എന്നാൽ ഇന്ന് ദൈവം ഉപയോഗിക്കുന്നത് സഭയെയാണ്. ഇസ്രായേലിനെ ഉപയോഗിക്കുന്നുണ്ട്, ഇന്ന് സഭയെ ഉപയോഗിക്കുന്നുണ്ട്. സഭയാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മളോടാണ് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ മാനസാന്തരത്തിൻ്റെ സുവിശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സഭയോടാണ് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ബാബേൽ മുതൽ 2 വിഭാഗങ്ങളായി തിരിക്കുകയാണ്. അതിനുശേഷം ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം ദൈവം അബ്രഹാമിനെ വിളിച്ച് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. അവിടെ ദൈവം അവന് 3 വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ ദൈവം 2 തരത്തിലുള്ള വിഭാഗീയത ഭാഷാപരമായിട്ടും ചെയ്തിട്ടുണ്ട്. ഒന്ന്, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജാതികൾ, എന്നാൽ എബ്രായ ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയും അവൻ്റെ വാഗ്ദത്തപുത്രനായ ഇസ്ഹാക്കും അവൻ്റെ 12 ഗോത്രങ്ങളും, അങ്ങനെ എബ്രായ ഭാഷ സംസാരിക്കുന്ന ഒരു ജനവും. ഇങ്ങനെ 2 തരത്തിലുള്ള യഹൂദനും ജാതികളും, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജാതികൾ. അതുകൊണ്ട് ഭാഷ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ ജാതീയമായ കാര്യങ്ങളിൽ ഭാഷ വളരെ ഇന്നും അത് പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മിഷനറിമാർ വന്ന് ഇവിടെ നമ്മുടെ മാതൃഭാഷകളിലേക്ക് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് എനിക്കറിയാവുന്നിടത്തോളം മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും ബൈബിൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലതും അക്ഷരങ്ങളുള്ള പ്രിൻ്റഡ് നമുക്ക് ബൈബിൾ ലഭിക്കാവുന്ന തരത്തിലുണ്ട്. ചിലത് പുതിയ നിയമം മാത്രമാണ്, ചിലത് പഴയ നിയമമാണ്, ചിലത് രണ്ടും ഉണ്ട്. മലയാളികളെ നമുക്ക് ഇത് മലയാള പൂർണ്ണമായ ബൈബിള്
നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് വിധത്തിലുള്ള ഭാഷകളിൽ, വിവിധ ഭാഷകളുള്ള ജാതികളും ഏക ഭാഷയുള്ള എബ്രായ ജനവും, അങ്ങനെ ഭാഷാപരമായിട്ട് നമുക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ട്. രണ്ട് വിഭാഗങ്ങൾക്കും മാനസാന്തരം നിർണായകമാണ്. അതാണ് നമ്മുടെ വിഷയം. യഹൂദനും ഇന്ന് മാനസാന്തരപ്പെടണം, ജാതിയും ഇന്ന് മാനസാന്തരപ്പെടണം. അവിടെയാണ് നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അറിയാവുന്ന വിധത്തിൽ പഠിച്ച് ദൈവം പഠിപ്പിക്കുന്ന വിധത്തിൽ നാം ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യമായ കാര്യങ്ങൾ ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് എബ്രായർക്കും, എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദനും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജാതികൾക്കും ദൈവത്തിങ്കിലേക്ക് മാനസാന്തരം. ദൈവത്തിങ്കിലേക്ക് മാനസാന്തരം എന്ന് പറയുമ്പോൾ ഇത് ഒരു നമ്മുടെ മനസ്സിൻ്റെ അന്തരമാണ്. അറിവ്, നമ്മുടെ തീരുമാനങ്ങളിലുള്ള ഒരു അറിവാണ്. നമ്മുടെ വിശ്വാസ സംഹിതയിലുള്ളൊരു മാറ്റമാണ്. വിശ്വാസത്തിൻ്റെ വ്യക്തിയിലും അതിൻ്റെ സത്തയിലൊക്കെ ഉള്ള വ്യത്യാസമാണ് നമ്മുടെ ഈ മാനസാന്തരത്തിന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. പഴയ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാനസാന്തരത്തെ സംബന്ധിച്ച് പല പ്രയോഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നമ്മൾ യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പിൻ. കാരണം അവർ ദൈവത്തിങ്കിലേക്ക് ചായ്ക്കുന്നതിന് പകരം അന്യദൈവങ്ങളിലേക്കും വിഗ്രഹാരാധനയിലേക്കും മ്ലേച്ഛമായ ജീവിത രീതിയിലേക്കും ന്യായപ്രമാണത്തിന് ഒരു വിലയുമില്ലാത്തൊരു ജീവിതശൈലിയിലേക്ക് പോയി യോശുവയുടെ കാലത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഹൃദയം ചായ്പിൻ, ദൈവത്തിങ്കിലേക്ക് ചായ്പിൻ എന്നുള്ള ഒരു ആശയം കൂടി ഈ മാനസാന്തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ യെരമ്യാ പ്രവാചകൻ 4-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്യുവിൻ. നമ്മൾ പരിച്ഛേദന എന്ന് പറയുമ്പോൾ അത് ദൈവം കൊടുത്തൊരു ഉടമ്പടിയാണ് ഇസ്രായേലിന്. എന്നാൽ അവർ ശരീരത്തിൽ പരിച്ഛേദനയേറ്റവരാണ്. അവരാണ് 8-ാം ദിവസം ശരീരത്തിൽ പരിച്ഛേദനയേറ്റവനാണ് യഹൂദൻ. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയം യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്യുവിനെന്നാണ്. എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉള്ള മാറ്റം, നമ്മുടെ ആന്തരികമായ മനുഷ്യനിലുള്ള മാറ്റം, ആ ചിന്തയിലുള്ള മാറ്റം, ആ വ്യക്തിയിലുള്ള മാറ്റം, അത് നമ്മൾ സാക്ഷാൽ ദൈവത്തിലേക്കുള്ള തിരിയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യെരമ്യാ പ്രവചനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളക. ഹൃദയത്തിൻ്റെ ദുഷ്ടത എന്ന് പറഞ്ഞാൽ നീതിമാനും വിശുദ്ധനുമായ പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കണം നാം. അതിന് പകരം ദുഷ്ടത. ഇന്ന് ദുഷ്ടത എന്ത് വേണമെന്ന് നിങ്ങൾ ഡിക്ഷണറിയിൽ നിന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. ദിവസവും വളരെ വിശ്വസ്തമായിട്ട് സത്യസന്ധമായിട്ട് വാർത്തകൾ പറയുന്ന വാർത്ത കേട്ടാൽ മതി, ന്യൂസ് കേട്ടാൽ മതി, ന്യൂസ് വായിച്ചാൽ മതി. എന്നാൽ വളരെ ചുരുക്കം മീഡിയകൾ മാത്രമേ സത്യം പറയുന്നുള്ളൂ. കാരണം അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ദുഷ്ടനാണ്. ദുഷ്ടൻ നിയന്ത്രിക്കുന്ന വാർത്താവിനിമയ കേന്ദ്രങ്ങൾ അവരുടെ ആ ദുഷ്ടൻ്റെ അഭിപ്രായങ്ങളെ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് സത്യം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളതിനത് കണ്ടുപിടിച്ച് ആ മീഡിയയിൽ കേട്ടാൽ നമുക്കറിയാം ദുഷ്ടത എന്താണ് എന്നുള്ളത്, ദുഷ്ടത എന്താണെന്നുള്ളത്. അങ്ങനെയുള്ള ദുഷ്ട മനുഷ്യരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ ദുഷ്ടത വിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണം. നല്ലവനായ ദൈവത്തിൽ നിങ്ങൾ തിരിയണം. ഇന്നത്തെ ഇസ്രായേലിൽ നടക്കുന്ന വളരെ ഗംഭീരമായ ദുഷ്ടതയുടെ സമയത്ത് ഇസ്രായേലിനെതിരായിട്ട് ലോകം മുഴുവൻ ദുഷ്ടന്മാർ തിരിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ദുഷ്ടത എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വാർത്തകൾ അത് മാത്രം മതിയാകും. അവരോട് പറയുകയാണ്, യഹൂദനായാലും ജാതിയായാലും നിങ്ങൾ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടുക, യേശുവിൽ വിശ്വസിക്കുക, നിത്യമായ ഉറപ്പ് വരുത്തുക. യുദ്ധം നിൽക്കും, കർത്താവ് വരും, നമുക്ക് സ്വസ്ഥമായ ഒരു രാജ്യഭരണം ലഭിക്കും. അപ്പം അങ്ങനെ ഈ മാനസാന്തരത്തെക്കുറിച്ചുള്ള 3 വിവിധ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർ ദൈവം അബ്രാഹാമിന് കൊടുത്ത വാഗ്ദാനങ്ങൾ, ദൈവം അബ്രാഹാമിനോട് ചെയ്ത ഉടമ്പടിയിൽ
ദാവീദിനോട് ഉടമ്പടി, അതിൻ്റെ അടിസ്ഥാനത്തിലും ദൈവം അവരോട് ആഗ്രഹിക്കുന്ന, അവരെ എന്ത് ഉദ്ദേശത്തിന് വേണ്ടി അവരെ തിരഞ്ഞെടുത്തുവോ അതിനു വേണ്ടി ന്യായപ്രമാണം കൊടുത്തു. മോശെ വഴി ന്യായപ്രമാണം കൊടുത്തു. 613 നിയമങ്ങളുണ്ട് എന്നൊക്കെയാണ് ചരിത്രകാരന്മാരും വേദപുസ്തക പണ്ഡിതാക്കളും പറഞ്ഞിട്ടുള്ളത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ യഹൂദന്മാർ പോലും ഈ സാക്ഷാൽ ദൈവമായിട്ട് അവൻ്റെ ശബ്ദം കേട്ട ഈ ജനം അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് ഈ ദൈവമായിട്ട് ഉള്ള ആ ഉടമ്പടി ബന്ധമുള്ള ഇസ്രായേൽ പോലും ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അവർക്ക് മാനസാന്തരം ആവശ്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു തൊട്ട് കീഴ്പോട്ടുള്ള അവരുടെ ക്യാബിനറ്റ് മെമ്പേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അവരുടെ മതപരമായ എത്ര പേര് കർത്താവ് യേശു അവരുടെ മശിഹായെ സ്വീകരിച്ചവരാണ്, കണ്ടെത്തിയവരാണ്, വിശ്വസിക്കുന്നവരാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് മാനസാന്തരം വരുന്നു, അത് ലോകസമാധാനത്തിലേക്ക് കടക്കും. അതുപോലെ തന്നെ ജാതികൾ, അവർക്കെതിരായിട്ട് അവരുടെ ശത്രുക്കളായ ജാതികൾ അവരും സാക്ഷാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ലോകത്തിലേക്ക് സമാധാനം വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വേദവസ്തുവിലുള്ള യഹൂദൻ, ജാതി എന്നുള്ള രണ്ട് തരം തരും, രണ്ടുപേരും മാനസാന്തരം. അതിൽ യഹൂദൻ്റെ 1-2 കാര്യങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, പഠിച്ചത്. ബാക്കി ഇനി നമ്മളെ സംബന്ധിച്ച്, ജാതികളായ നമ്മളെ സംബന്ധിച്ച് ദൈവം എങ്ങനെയാണ് നമ്മളോടുള്ള മാനസാന്തരം ആഗ്രഹിക്കുന്നത്, ജാതികളായ നമ്മളെക്കുറിച്ച് എഫേസ്യ ലേഖനമൊക്കെ വായിച്ചാൽ വളരെ ദാരുണമായ പ്രസ്താവനകൾ ജാതികളെക്കുറിച്ചുള്ളത്. ലോകത്തിൽ ദൈവമില്ലാത്തവർ, സാത്താൻ്റെ അടിമത്തത്തിൽ ജീവിച്ചവർ, അവന് ഇഷ്ടപ്രകാരം ജീവിച്ചവർ, ഇസ്രായേൽ ജനത്തോട് ബന്ധമില്ലാത്തവർ, ഈ ലോകത്തിൽ ക്രിസ്തു ഇല്ലാത്തവർ, ഒരു പ്രത്യാശയില്ലാത്തവരായിരുന്നു. അവരെയാണ് ദൈവം വിളിച്ച് വേർതിരിച്ച് മാനസാന്തരപ്പെട്ടു. അവരാണ് 12 അപ്പസ്തലന്മാർ വഴി തുടങ്ങിയ സഭയാണ്, അതിൻ്റെ ഭാഗമാണ് നാം. ഇപ്പം 2 പേർക്കും, യഹൂദനും ജാതിക്കും, അവർ രണ്ടിൽ നിന്നും വന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച സഭയ്ക്കും ആവശ്യമാണ്. ഈ സഭയ്ക്ക് വന്നിരിക്കുന്ന വളരെ ശോചനീയമായ അവസ്ഥ ഞാൻ അത് പഠിക്കുകയുണ്ടായി. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകളും അതിൽ കൂടുതൽ ജനസംഖ്യയുള്ള പല രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്പിൽ, ഇന്ന് അവർ ദൈവത്തെ വിട്ട് ദുഷ്ടൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. അത് നമ്മൾ പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വളരെ ശോചനീയമായൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മൾക്ക് മാനസാന്തരം നൽകട്ടെ. ദൈവവചനം നമ്മളിൽ പ്രവർത്തിക്കട്ടെ. നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിൽ വിശ്വസിച്ച് നിത്യമായ കാര്യങ്ങൾക്ക് ഉറപ്പ് വരുന്ന നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് മാനസാന്തരം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരുണ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ അധീനയിൽ ഞങ്ങൾ വിടിയിക്കാൻ തക്കവണ്ണം, ലോകത്തിൽ നിന്ന് നടക്കുന്ന ഈ ദുഷ്ടതയിൽ നിന്ന് ഇസ്രായേലിനെ വിടിയിക്കാൻ തക്കവണ്ണം, അടിയങ്ങളെ വിടിയിക്കാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ സമാധാനത്തിൽ പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.